ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ആലോചിക്കുകയായിരുന്നു. വളരെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് കുറേ ഫലിതമൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ അടിച്ച് തിരിച്ചു പോകണോ, അതോ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുന്നിൽ പറയണോ? ഞാൻ രണ്ടാമത്തെ കാര്യം പ്രിഫർ ചെയ്യുകയാണ്. കാരണം നമ്മൾ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ മോശമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു 42 കൊല്ലമായി ഇലക്ട്രോണിക് മീഡിയ വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെക്കാളും പ്രായം കൂടുതലായിരിക്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിന്. ഞാൻ ഈ 42 കൊല്ലം കടന്നു വന്ന കേരളത്തിൻ്റെ ടെലിവിഷൻ, റേഡിയോ, ശ്രവ്യ, പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരവതാരകൻ്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലത് എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമുക്കൊരു ഉത്തരവാദിത്വമില്ല. നമ്മളവിടെ ചെല്ലുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെക്ക് വാങ്ങുന്നു, അതല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ വാങ്ങുന്നു. നമ്മൾ ഈ റേറ്റിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ യാതൊരു വറിയടിക്കേണ്ട. ഇത്രയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട. നമ്മുടെ ഉറക്കമൊക്കെ സുഭിക്ഷമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഓരോ പ്രക്ഷേപകനും ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിപ്പോൾ. ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏത് ഏജൻസിയോടോ അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോടോ ചോദിച്ചു നോക്കൂ. ഒരു P3 ചെറിയൊരു മാർക്കറ്റിൽ നമ്മൾ നടത്തുന്ന ഈ പ്രകടനത്തിന് മരണമണി മുടങ്ങാൻ സമയമായി ഒന്ന് സംശയിക്കാൻ സാഹചര്യമുണ്ട്. പല ആളുകളും പരസ്യപ്പെടുത്തുന്നില്ല. പരസ്യം ചെയ്യാൻ അവർക്കൊട്ട് താല്പര്യമില്ല. എന്നോടൊരിക്കൽ മെഡിമിക്സിൻ്റെ ഓണർ ശ്രീ AV അനൂപ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ കേരളത്തിൽ കാര്യമായി പരസ്യം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നതായിരുന്നു എൻ്റെ ആകർഷണം. എന്നാൽ എൻ്റെ ചെറിയ സോപ്പ് വിൽപ്പനയിൽ ചെറുതായി കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ കാണാനേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പരസ്യം ചെയ്യുകയും കുറഞ്ഞ വിൽപ്പന കിട്ടുകയും ചെയ്തു. എന്നാൽ കർണാടകത്തിൽ അദ്ദേഹം വളരെ കുറച്ച് പരസ്യം ചെയ്യുന്നു, കൂടുതൽ വിൽപ്പന കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം കർണാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യണോ കേരളത്തിലേക്ക് വരണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിനെയാണ്. എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിൽ നിങ്ങൾ ജനറലി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരാളെ കണ്ടാൽ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ട് പോവുകയാണെന്ന് പറയും. കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് ചെവി ചോദിച്ചാലേ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുക എന്ന് പറയും. എവിടെയെങ്കിലും ഒരു കോഫി ഹൗസിൽ കൊണ്ട് ഒരു ചായയും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിച്ചാൽ പറയും ഇത് എത്ര കാലം നടക്കുമെന്ന് ഒരു പിടിയില്ല എന്ന് പറയും. കുറച്ചുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ആ രീതിയിലാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങളിന്ന് കേരള വിഷൻ കേബിളിലൂടെ കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക അവർ. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ല, മറ്റുള്ള ചാനലുകളുടെ കാര്യം കൂടി ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ ഇവിടെ ശ്രീ സിദ്ദിഖ്ജി പറഞ്ഞു നമ്മുടെ ലാൻഡിംഗ് പേജിനെ കുറിച്ചൊക്കെ. ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് അത് മിക്കവാറും അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലാൻഡിംഗ് പേജ് തുടരും, സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് വ്യൂവർഷിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനും കുറച്ച് ലാൻഡിംഗ് പേജിൻ്റെ കൂടെ ഒക്കെ നടന്ന ആളാണ്. പക്ഷേ ഈ മാർക്ക് റേറ്റിങ്ങിൽ ഈ ലാൻഡിംഗ് പേജ് എന്നൊരു സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് പ്രധാനമന്ത്രി തലത്തിൽ വരെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ NBF, അർണാബ് ഗോസ്വാമി നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയാണ് കുറച്ചധികം കാലമായി ഈ കേരളത്തിലെ പ്രശ്നമല്ല, അത് കേരളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയും. ഞാൻ ഈ അടുത്ത ദിവസം KTF പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബാർക്കിൻ്റെ CEOയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു കത്തായിരുന്നു അത്. ബാർക്കിലെ ചില ആളുകൾ ഈ ലാൻഡിംഗ് പേജിൻ്റെയൊക്കെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു എന്നായിരുന്നു എൻ്റെ ആരോപണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വിജിലൻസ് എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ ബാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിങ്ങനൊരു കത്ത് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആൾക്കാരുടെ പേരെങ്ങോട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവൻ്റെ കയ്യെ പിടിച്ച് ജയിലിലിടാം എന്ന് പറയുന്ന പരിപാടി വേണ്ട. നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട്. ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികൾ ഉണ്ട്. ഇതിന്
കുട പൊയ്ക്കാൻ കേരളത്തിൽ പോലും ആളുകളെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്നപ്പം വൃത്തികേട് കാണിച്ചതിൻ്റെ ബലം റിട്ടയർ ചെയ്ത് 10 കൊല്ലം കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല ഇന്നിപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുപോലെ ആയിരിക്കും പല നാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും. ആൻ ഓപ്പൺ തീ വൺ ഡേ ബി കോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിടിക്കപ്പെടും. ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ഇതിനൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ബാർക്ക് പോലെ ഇത്രയും വലിയൊരു ഗവേഷണ ഏജൻസിയുടെ സിഇഒയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കത്തയച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത്രയ്ക്കൊരു മണ്ടനൊന്നുമല്ലല്ലോ ഞാൻ കത്തയച്ചു കൊടുത്ത ഉത്തമ ബോധ്യത്തിലാണ്. അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 1-2 അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഇപ്പം തന്നെ ഉണ്ട്. ഈ അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഇതേ സിഇഒയ്ക്ക് ഞാൻ 2-3 പേരുകൾ അയച്ചു കൊടുക്കും. ആ പേരുകൾ വെച്ചിട്ട് അവർക്ക് പിടിക്കാം. അപ്പോൾ പിന്നെ അവർ മനസ്സിലാകത്തില്ല. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിലൊരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനുമാണെന്ന് പുറത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്ര നല്ല അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാലറ്റിൽ 8 അക്കൗണ്ടുകളുണ്ട്. 90,000 രൂപയും 1,10,000 രൂപയും ശമ്പളം വാങ്ങുന്ന ആളൊക്കെ തന്നെ ക്രിപ്റ്റോ വഴിയൊക്കെ കോടികൾ സമ്പാദിക്കുന്നു. ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഏറ്റവും വലിയ സങ്കടമായത് അതാണ്.